പ്രതിനിധികൾ കൂടി ചേരുകയാണ്. ഞങ്ങളുടെ കൊച്ചി പറവൂരിൽ നിന്ന് ഡാനി പോളാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വലിയ ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാവ് ഇന്നും പുലർത്തിയത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ പ്രചാരണത്തിന് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ദിവസമാണ്, 23 ദിവസമാണ്. അതിൽ UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. പക്ഷേ അതുപോലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ഭേദപ്പെട്ട നിലയിൽ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ വലിയ ആത്മവിശ്വാസമുണ്ട്. അതേസമയം വനവാസം എന്ന ഒരു വലിയ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത്തവണ മത്സര രംഗത്തുള്ളത് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവസാന നിമിഷങ്ങളിൽ എങ്ങനെയാണ് എറണാകുളത്ത് സാഹചര്യങ്ങൾ, VD സതീശന്റെ മണ്ഡലത്തിൽ സാഹചര്യങ്ങൾ? രേണുക, വലിയ രീതിയിലേക്ക് ഒരു കൊട്ടിക്കലാശത്തിൻ്റെ മൂഡിലേക്കെല്ലാം തന്നെ പറവൂർ മണ്ഡലം എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ നമ്പൂരിച്ചൻ ആലിന് അവിടെയാണ് കൊട്ടിക്കലാശമുള്ളത്, അവിടെയാണ് തുടരുന്നത്. വലിയ എന്തെങ്കിലും കേൾക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട് അവിടെ. കാരണം ആ രീതിയിലേക്ക് വലിയ ആത്മവിശ്വാസത്തിലേക്ക് മുന്നണികൾ മാറിയിരിക്കുന്നു. അതിപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളും, 3 മുന്നണികളുടെയും കാര്യങ്ങളും ഇത് തന്നെയാണ്. 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പറഞ്ഞോളൂ ഡാനി, കേൾക്കാം. വലിയ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പ്രചരണ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോവുകയാണ്. പറവൂരിൽ VD സതീശന്റെ വാഹനം പോയതിന് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ പറവൂർ നമ്പൂരിച്ചൻ ആലിന് സമീപമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ VD സതീശൻ പറവൂർ മാർക്കറ്റ് തുടങ്ങിയവിടങ്ങളിലെല്ലാം തന്നെ ഇവിടെ വോട്ട് ചോദിച്ചുകൊണ്ട് അദ്ദേഹം എത്തുകയുണ്ടായി. ഇതിലെല്ലാം അതിനുശേഷം വാർത്താ സമ്മേളനം നടക്കുന്നു. അവിടെയെല്ലാം VD സതീശൻ പ്രകടമാക്കുന്ന ഒരു കാര്യം വലിയ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടുകൂടി തങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് പറയുന്നത്. കാരണം 100 സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ അധികാരത്തിലേക്ക് എത്തും. അത്തരം കാര്യങ്ങളിൽ യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പല സർവേകളും ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. ഈ സർവേകളെല്ലാം തന്നെ പറയുന്നത് അതൊരു CPM-ന്റെ ഉപകരണങ്ങളായ ചില സർവേകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മികച്ച വിജയം നേടിയെടുക്കാൻ UDF-ന് കഴിയും. ടീം UDF എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം അന്വർത്ഥമാക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു വിജയം നേടിക്കൊണ്ട് തങ്ങൾ ഇത് തെളിയിച്ചു കൊടുക്കും. അതിന് യാതൊരു സംശയവുമില്ല. കേരളമെമ്പാടും ആ രീതിയിലുള്ള ഒരു തരംഗം നിലനിൽക്കുന്നുണ്ട്. അതൊരു ഭരണവിരുദ്ധ വികാരമാണ്. അത് തീർച്ചയായും തന്നെ അത് പ്രതിഫലിക്കുകയും ചെയ്യും. പോളിംഗ് ബൂത്തുകൾ അത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല രേണുക, നമ്മൾ ഈ കഴിഞ്ഞ നാളുകളായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണ സമയത്തേക്കെല്ലാം തന്നെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം നിറഞ്ഞ ഒരു വാക്പോരിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. കാരണം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും എല്ലാം തന്നെ നേർക്കുനേർ വാക്കുകൾ കൊണ്ട് കോർക്കുന്ന ഒരിടമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം തന്നെ മാറിയിരിക്കുന്നു. ഒരാൾ ഒരു ഭാഗത്ത് ചോദിക്കുന്നു, പിന്നീട് അതിന് മറുപടി മറ്റൊരിടത്തുണ്ടാകുന്നു, അവസാനം നേർക്കുനേർ വാഗ്വാദമാകുന്നു. ആ രീതിയിലേക്ക് പോകുന്നു. പരസ്യമായി സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. അതെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകൾ അത്ര കണ്ട പരിചിതമല്ലാത്ത ചില കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന രൂക്ഷമായ വാക്പോരുമല്ല. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി, ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഇടവേളകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതതിൻ്റെ ഒരു അവസാന ലാപ്പാണ്. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഓർക്കുക, ഇന്നും അതിന് ഒരു ശമനവും അതിന് ഉണ്ടായിട്ടില്ല എന്നതാണ്. വാക്പോര് തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് രേവന്ത് റെഡ്ഡിക്കെതിരെയുള്ള ഒരു പരാമർശമുണ്ടാകുന്നു. അതിന് മറുപടിയായിട്ട് പിന്നീട് VD സതീശൻ്റെ ഭാഗത്തു നിന്ന് അതിന് മറുപടി അവിടെ നിന്നുണ്ടാകുന്നു. ഇത് തുടർച്ചയാണ്. ഈ വാക്പോരെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന് ഇപ്പോൾ ഔദ്യോഗികമായി ഇനി ഏതാണ്ട് 3 മണിക്കൂറുകൾ കൂടിയാണ് പ്രചാരണ രംഗത്ത് ഔദ്യോഗികമായിട്ടുള്ളത്. ഇതിനുശേഷം നിശബ്ദ പ്രചാരണത്തിലേക്ക് അടക്കം കടക്കുമ്പോൾ ഇതിൻ്റെ അലയൊഴികൾ ബാക്കി ദിവസങ്ങളിലും ബാക്കി സമയങ്ങളിലും ഉണ്ടാകുമെന്നത് സുനിശ്ചിതമായൊരു കാര്യമാണ്. ഏതായാലും പറവൂരിൽ ഇപ്പോൾ നടക്കുന്നത് ഈ രീതിയിൽ വലിയ ഒരു കൊട്ടിക്കലാശം അതിൻ്റെ ഒരു മൂഡിലേക്ക് ആദ്യ മണിക്കൂറുകളിലേക്ക് തന്നെ പോയിരിക്കുന്നു എന്നതാണ്. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാറാണ്. കോൺഗ്രസ് നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ പറവൂർ നഗരസഭാധ്യക്ഷയായിരുന്നു. VD സതീശനോട് തന്നെ നേരിട്ട് അവരുടെ സജീവ പ്രവർത്തകയായിരുന്നു. പിന്നീട്
വലിയ രീതിയിൽ തനിക്ക് അവഗണന നേരിടുന്നു എന്ന് പറഞ്ഞാണ് അവർ ക്യാമ്പ് വിടുന്നത്. ഒപ്പം തന്നെ ഇടത് ക്യാമ്പിൽ ടൈസൺ മാസ്റ്ററാണ് കയ്പമംഗലത്തിൽ നിന്ന് ഇവിടേക്ക് കയ്പമംഗലം നിലയായിരുന്നു ഇവിടേക്ക് വരുന്നു. വി.ഡി. സതീശൻ നേരിടാൻ ഇത്തവണ CPI നിയോഗിക്കുന്നത്, LDF നിയോഗിക്കുന്നത് ടൈസൺ മാസ്റ്ററെയാണ്. എന്തായാലും വാശിയേറിയ ഞാനിപ്പോഴാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. പറവൂരിൽ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ വാശിയേറിയ പ്രചരണം നമ്മൾ കാണുകയാണ്. മത്സല പ്രസന്നകുമാർ NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനം തലങ്ങും വിലങ്ങും പോകുന്നു നമ്മൾ കണ്ടു. ഒപ്പം തന്നെ V.D. സതീശന്റെ പ്രചരണ വാഹനം കണ്ടു. ഒപ്പം E.T. ടൈസൺ മാസ്റ്ററുടെ പ്രചരണ വാഹനങ്ങളും പോകുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് പ്രചരണത്തിൽ ആണ് പറവൂരിലെ സാഹചര്യങ്ങൾ. അത്രമാത്രം ആത്മവിശ്വാസം എല്ലാവരും വെച്ചു പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമ്മൾ ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. K. സുരേന്ദ്രന്റെ വോട്ട് അഭ്യർത്ഥിച്ച് അണ്ണാദുരൈ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശം, കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ തകൃതിയായിരിക്കുന്നു. വാദ്യമേളങ്ങളോട് കൂടിയാണ് ആ പ്രചരണ വാഹനം കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തുക. വലിയ രീതിയിലുള്ള ആവേശം മഞ്ചേശ്വരത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. BJP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ പ്രതീക്ഷയും കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രം നഷ്ടപ്പെട്ട മണ്ഡലം എന്ന പ്രത്യേകതയുള്ള മഞ്ചേശ്വരത്ത് ഇത്തവണയും K. സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അവിടെ ഇപ്പോൾ പ്രചരണ വാഹനത്തിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാദുരൈ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാം. അവർ BJP പ്രവർത്തകരുടെ വലിയ പിന്തുണ BJP പ്രവർത്തകരുടേതും ലഭിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ അവിടെ ഉള്ളത്. പ്രചരണ വാഹനം മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് മഞ്ചേശ്വരത്ത് നിന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ പാലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ മഞ്ചേശ്വരത്ത് നിന്നുള്ള കാഴ്ചകളായിരുന്നു. അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ BJPയുടെ ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് നീങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ മഞ്ചേശ്വരത്ത് കണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പാലയിൽ നിന്നുള്ള കാഴ്ചകളാണ്. പാലയിലും പ്രചരണം അവസാന നിമിഷം കൊട്ടിക്കയറുകയാണ്. നമുക്കൊപ്പം പ്രതിനിധികൾ കൂടി ചേരുന്നു. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. അനുമോദ്, മലപ്പുറത്ത് എങ്ങനെയാണ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമ്പോൾ ആവേശം? കൊട്ടിക്കലാശം എവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ക്രമസമാധാന നില ഉറപ്പുവരുത്തുന്നതിന് വലിയ പോലീസ് സന്നാഹമൊക്കെ സംസ്ഥാനത്തുടനീളം ഉറപ്പുവരുത്തിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഓരോ സ്ഥാനാർത്ഥികൾ പ്രത്യേകം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. മലപ്പുറത്തെ സാഹചര്യം എന്താണ്? മണ്ഡലങ്ങളിൽ പ്രചരണം അതിന്റെ അവസാന മണിക്കൂറിലെത്തുമ്പോൾ ആവേശം കൊണ്ടുവരുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ പലയിടത്തും സംഘർഷ സാധ്യതകൾ മുൻനിർത്തി കൊട്ടിക്കലാശം ഒഴിവാക്കിയിട്ടുള്ളത്. വേങ്ങരയിലും തിരൂരിലുമൊക്കെ ഇരു മുന്നണികളും കടുത്ത പ്രചരണത്തിലായിരുന്നു. വലിയ ആവേശം മുൻകുന്ന പ്രചാരണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ റോഡ് ഷോയിലും തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ വലിയ സംഘർഷ സാധ്യതകളുള്ളതുകൊണ്ട് ഇന്ന് റോഡ് ഷോകൾ അതേപോലെ കൊട്ടിക്കലാശം ഒന്നും തിരൂരിലും വേങ്ങരയിലുമില്ല. മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്നെ 70ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ കൊട്ടിക്കലാശത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മളുള്ളത് ഇപ്പോൾ മലപ്പുറത്താണ്. നമുക്കറിയാം, മലപ്പുറം കുന്നുമ്മലിൽ വലിയ ആവേശത്തോടെയാണ് കൊട്ടിക്കലാശം എല്ലാ വർഷവും നടക്കാറുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.